കഴിഞ്ഞ ദിവസം ഞാനൊരു റീൽ കണ്ടു. ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. റിയാസ് സലീം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിനെ ഒരാൾ ജിമ്മിൽ കുറച്ച് കസർത്തൊക്കെ കാണിച്ചുകൊണ്ട് പ്രതികരിക്കാൻ ശ്രമിക്കുകയാണ്. റിയാസ് പറയുന്നത് മസിലൊക്കെ ആർക്കും ഉണ്ടാക്കാൻ പറ്റും, ഈവൻ പെണ്ണുങ്ങൾക്കും ഹോർമോൺ തെറാപ്പി എടുത്താൽ ഡീപ്പ് വോയിസും താടിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അതിലെ ഓരോ സെന്റൻസിനും റിയാക്ട് ചെയ്യുകയാണ് മറ്റേയാൾ. നമുക്ക് ആ വീഡിയോ നോക്കാം. Even women can grow that beard and have that deep voice with hormone therapy. Owning the fact that men have messed up this world for centuries. അതിൽ നീ ഉപയോഗിക്കുന്ന ഫോണ്, അതിനുള്ള ക്യാമറ തൊട്ട് നിന്റെ വീടിനുള്ള ഒരു ഇഷ്ടിക വരെ ഒരു ആൺകുട്ടി വെച്ചാൽ അതൊന്നും നിനക്ക് അറിഞ്ഞിട്ട കാര്യമാണ്. Respecting women, respecting queer people and cultivating emotional intelligence. The essence of masculinity is to get stronger every day. പക്ഷെ അത് ഏറ്റവും സ്ട്രോങ് ആയിരിക്കുക എന്നുള്ളതിലല്ല, അറ്റ്ലീസ്റ്റ് സ്ട്രോങ് ആവാൻ ട്രൈ ചെയ്യുക എന്നുള്ളതിലാണ്. അതും നിന്റെ കഞ്ചാവ് തിയറിയുമായി ഒരു ബന്ധമില്ല. നിനക്ക് സമൂഹത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് നിന്റെ ശരീരത്തിലാവുന്ന വരുത്തി കാണിക്കും. എന്നിട്ട് നമുക്ക് നാട്ടുകാരെ മെക്കിട്ടോട്ട് വരാം. അല്ലാതെ ജിമ്മിൽ പോകുന്ന ആളുകളുടെ അടുത്ത് ഇമാതിരി അസൂയ തോന്നിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് കേട്ടപ്പോൾ എനിക്ക് ഇതിലെ ചില കാര്യങ്ങൾ വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തു. പ്രത്യേകിച്ച് ഇദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ. അതിലൊന്ന്, നീ ഇത് പറയാൻ ഉപയോഗിക്കുന്ന ഇൻസ്റ്റാഗ്രാം തൊട്ട് നിന്റെ വീടിന്റെ ഇഷ്ടിക വരെ ഉണ്ടാക്കിയത് ഒരാണാണ് എന്ന സംഭവം. രണ്ട്, എസൻസ് ഓഫ് മസ്കുലിനിറ്റി എന്ന് പറയുന്നത് ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആകാനുള്ള ശ്രമമാണെന്നത്. പിന്നെ കുറെ പേഴ്സണൽ അറ്റാക്ക് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്കങ്ങ് വിട്ടുകളയാം. സ്ട്രോങ് ആകാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് കരുതാം. നിനക്ക് സമൂഹത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ആദ്യം നിന്റെ ശരീരത്തിൽ മാറ്റം വരുത്തി കാണിക്കുക എന്ന് പറഞ്ഞാണ് ഇദ്ദേഹം നിർത്തുന്നത്. ഇപ്പറഞ്ഞതിനോടും എനിക്കൊന്നും പറയാനില്ല, കാരണം ഇതൊക്കെ നമ്മുടെ ബുദ്ധിക്കും അപ്പുറത്താണ്. അപ്പൊ നമുക്ക് ആ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നോക്കാം. ആണുങ്ങൾ കാലങ്ങളായി ഈ ലോകം കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നത് നമ്മൾ ഓൺ ചെയ്യണം എന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു റിയാസ് സലീം പറഞ്ഞത്. അതിനാണ് മറ്റേ അദ്ദേഹം ഈ ഡയലോഗ് അടിച്ചത്. സംഭവം സത്യമാണ്. ലോകം കുട്ടിച്ചോറാക്കാനും ലോകത്തിന് പല പല ശാസ്ത്ര സാങ്കേതിക സംഭാവനകൾ നൽകാനും മുന്നിട്ട് നിന്നിട്ടുള്ളത് ഇതുവരെ ആണുങ്ങൾ തന്നെയാണ്. അതിന് കാരണവുമുണ്ട്. പവർ ആണുങ്ങളുടെ കയ്യിലാണ്. നമ്മുടേതൊരു പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്. അപ്പൊ പിന്നെ അതങ്ങനെയല്ലേ വരും. ലോകത്ത് യുദ്ധങ്ങൾ നടത്തുന്നത്, കുട്ടികളെ കൊല്ലുന്നത്, അവരെ പട്ടിണിക്കിടുന്നത്, അനാഥരാക്കുന്നതൊക്കെ ഈ പാട്രിയാർക്കൽ സിസ്റ്റത്തിലെ ആണുങ്ങളാണ്. ലോകത്ത് പല ചരിത്രപരമായ മണ്ടത്തരങ്ങളും ചെയ്യുന്നത്, അത് പുസ്തകങ്ങളായി മതങ്ങളായി പ്രചരിപ്പിക്കുന്നത്, സ്ത്രീകൾക്ക് മേൽ വിലക്കുകൾ അടിച്ചേൽപ്പിക്കുന്നതൊക്കെ പാട്രിയാർക്കൽ സെറ്റപ്പിന്റെ സംഭാവനകളാണ്. ഇനി കണ്ടുപിടുത്തങ്ങളെ പറ്റി പറയാം. തീവണ്ടിയിൽ സഞ്ചരിച്ചാൽ പെണ്ണുങ്ങളുടെ ഗർഭപാത്രം പറന്നു പോകും, അതുകൊണ്ട് സ്ത്രീകൾ അങ്ങനെ സ്പീഡുള്ള വാഹനങ്ങളിൽ കയറരുത് എന്ന കണ്ടുപിടുത്തം. പെണ്ണുങ്ങൾ അടുക്കള പണി, നൂൽക്കൽ, തയ്യൽ തുടങ്ങിയ ലഘുപണികളെ ചെയ്യാൻ പാടുള്ളൂ. ബുദ്ധി ആവശ്യമുള്ള വിഷയങ്ങൾ അവർ പഠിച്ചാൽ അവർ മരിച്ചു പോകും. അവരുടെ ഗർഭപാത്രം ശരീരത്തിൽ കൂടി എപ്പോഴും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അവയവമാണ്. ഇത്തരം കണ്ടുപിടുത്തങ്ങളൊക്കെ നമ്മുടെ ചരിത്രത്തിൽ ആണുങ്ങൾ നടത്തിയിട്ടുള്ളത് സത്യമാണ്. സ്ത്രീകൾ വസ്തുവകകൾ ഓൺ ചെയ്യാൻ പാടില്ല, അതിനുള്ള കഴിവും അവർക്കില്ല. ഇതൊക്കെ നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ കടന്നു വന്ന പടികളിൽ പാട്രിയാർക്കൽ സമൂഹം സ്ത്രീകളോട് കാണിച്ച അനീതിയുടെ കണ്ടുപിടുത്തങ്ങളാണ്. അതുതന്നെ ഇത്തരം മണ്ടൻ കണ്ടുപിടുത്തങ്ങളെയും മണ്ടൻ മതസാഹിത്യങ്ങളെയും തള്ളിക്കളയാൻ അവരിൽ പലർക്കും ധൈര്യമുണ്ടായതുകൊണ്ട് മാത്രം. അതല്ലാതെ ആണിന് എന്തെങ്കിലും പ്രത്യേക ബുദ്ധി ഉണ്ടായതുകൊണ്ടല്ല ഇൻസ്റ്റാഗ്രാം മുതൽ ഇഷ്ടിക വരെ ആണിന്റെ സൃഷ്ടിയായത്. അതിപ്പോ ഇതൊക്കെ പറയുന്ന ആളിന്റെ ബുദ്ധിയെക്കുറിച്ച് ചിന്തിച്ചാൽ പറയുന്ന ആൾക്ക് തന്നെ ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ. ഇനിയുമുണ്ട് കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് പറയാൻ. ചരിത്രത്തിൽ വളരെ ബ്രില്യന്റ് ആയ ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്, ഹിപ്പേഷ്യ. ഗ്രീക്ക് ഫിലോസഫർ, മാത്തമാറ്റീഷ്യൻ, ആസ്ട്രോണമർ ഒക്കെ ആയിരുന്ന ഹിപ്പേഷ്യ ഈജിപ്തിലാണ് ജീവിച്ചിരുന്നത്. ലോകത്തിലെ ആദ്യത്തെ അറിയപ്പെടുന്ന ഫീമെയിൽ സയന്റിസ്റ്റ് ആണ് ഹിപ്പേഷ്യ. 415 AD-യിലാണ് ഹിപ്പേഷ്യ മരിക്കുന്നത്. അതും വെറും മരണമല്ല, വളരെ ബ്രൂട്ടലായ കൊലപാതകം. ഒരു കൂട്ടം മതം കയറിയ ആണുങ്ങൾ അവരെ കൂട്ടം ചേർന്ന് നഗ്നയാക്കി. കക്കത്തൊണ്ടുകൾ എടുത്ത് അവരുടെ ശരീരത്തിലെ ഇറച്ചിയെ കൊത്തിവരിഞ്ഞു. അവരുടെ ശരീരം കഷ്ണങ്ങളാക്കി ഒടുവിൽ തീയിട്ടു. അവരെ കൊല്ലാനുള്ള ഒരു കാരണം അവർ പവറും നോളജും സ്വാതന്ത്ര്യവുമുള്ള ഒരു സ്ത്രീ ആയിരുന്നു എന്നതായിരുന്നു. സ്ത്രീകൾ അറിവ് നേടുന്നതിനെ കായികമായി എതിർത്തിരുന്ന ഒരു ചരിത്രം നമുക്കുണ്ട് എന്നറിഞ്ഞിട്ടും ഞങ്ങൾ ആണുങ്ങളാണ് എല്ലാം കണ്ടുപിടിച്ചത് എന്ന് പറയുന്നത് എത്ര അത്ഭുതമാണ്. ഇനി ഇൻസ്റ്റാഗ്രാം കണ്ടുപിടിച്ച ആണത്തത്തെ പറ്റി പറഞ്ഞല്ലോ. ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ സയൻസ് എന്നറിയപ്പെടുന്ന ഒരാളുണ്ട്, അലൻ ട്യൂറിംഗ്. അദ്ദേഹമാണ് യൂണിവേഴ്സൽ മെഷീൻ എന്നൊരു ആശയം ക്രിയേറ്റ് ചെയ്തത്. അതിനെ പിന്നീട് ട്യൂറിംഗ് മെഷീൻ എന്ന് വിളിച്ചു. അതാണ് ഇന്നത്തെ മോഡേൺ കമ്പ്യൂട്ടറുകളുടെ ബേസിസ് എന്ന് പറയുന്നത്. പക്ഷെ അലൻ ട്യൂറിംഗിന്റെ മരണം ഒരു ട്രാജഡി ആയിരുന്നു. ഹോമോസെക്ഷുവാലിറ്റി ഒരു ക്രൈം ആയിരുന്ന കാലത്താണ് ഗേ ആയിരുന്ന അലൻ ട്യൂറിംഗ് ജീവിച്ചിരുന്നത്. അലൻ ട്യൂറിംഗിന്റെ സെക്ഷുവാലിറ്റി വെളിവായതിനു ശേഷം പലതരത്തിലുള്ള ടോർച്ചറുകളാണ് അദ്ദേഹത്തിന് ഗവൺമെന്റിൽ നിന്ന് സഹിക്കേണ്ടി വന്നത്. കെമിക്കൽ കാസ്ട്രേഷൻ വരെ അദ്ദേഹത്തിന് വിധേയനാക്കി. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഹോർമോൺ തെറാപ്പി അദ്ദേഹത്തെ വല്ലാത്തൊരവസ്ഥയിലെത്തിച്ചു. ഒടുവിൽ 41 വയസ്സിൽ സയനൈഡ് പോയിസണിങ്ങിലൂടെ അദ്ദേഹം മരിച്ചു. വേണമെങ്കിൽ പറയാം, ഇനിയിപ്പോ മസ്കുലിനിറ്റിയെ പറ്റി ചലക്കുന്ന ഇയാൾ അത് പറയാൻ ഉപയോഗിക്കുന്ന ആ ഉപകരണത്തിന്റെയൊക്കെ ബേസിസ് ഉണ്ടാക്കിയത് ഒരു ഗേ പേഴ്സൺ ആണെന്ന്. പക്ഷെ അത്തരം
ഇത്തരം പറച്ചിലുകളിലൊന്നും വലിയ അർത്ഥമില്ല. കാരണം മുമ്പ് ജീവിച്ചിരുന്ന ആണുങ്ങൾ എന്ത് നേട്ടമുണ്ടാക്കി, പെണ്ണുങ്ങൾ എന്ത് നേട്ടമുണ്ടാക്കി എന്നതൊന്നും നമ്മുടെ കഴിവല്ല. ഞാൻ എന്ത് നേട്ടമുണ്ടാക്കി എന്നതാണ് എന്റെ കഴിവ്. പിന്നെ ഈ നേട്ടങ്ങളൊന്നുമല്ല ഇക്വാലിറ്റി തീരുമാനിക്കുന്നത്. വിൽ സ്മിത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഐ റോബോട്ട് എന്ന സിനിമയിൽ ഒരു രംഗമുണ്ട്. റോബോട്ടിനോട് മനുഷ്യൻ പറയും, റോബോട്ടിന് ഒരിക്കലും മനുഷ്യനെ പോലെ ആകാൻ കഴിയില്ല. ഒരു റോബോട്ടിന് ഒരു സിംഫണി രചിക്കാൻ പറ്റുമോ, ഒരു മനോഹരമായ പെയിന്റിംഗ് വരയ്ക്കാൻ പറ്റുമോ, അങ്ങനെ. അപ്പൊ അങ്ങനെ ചോദിക്കുന്ന ആളോട് ആ റോബോട്ട് തിരിച്ചു ചോദിക്കും, നിനക്ക് അതിനൊക്കെ കഴിയുമോ എന്ന്. കാര്യം അത്രയേ ഉള്ളൂ. സംഭവം മസിൽ വളർത്താൻ, ബോഡി ഫിറ്റാക്കാനൊക്കെ ഇത്തിരി പരിശ്രമം ആവശ്യമാണ്. പക്ഷെ എന്ന് കരുതി ലോകം നന്നാക്കുന്നതിന് മുമ്പേ പോയി മസിൽ ഉണ്ടാക്കിയിട്ട് വാ എന്നൊക്കെ പറയുന്നത് ശരിയാണോ? പിന്നെ മറ്റേ കാര്യം, ഓരോ ദിവസവും സ്ട്രോങ് ആകലാണ് മസ്കുലിനിറ്റിയുടെ എസൻസ് എന്ന കാര്യം മസിൽ ഉണ്ടാക്കുന്ന കാര്യമാണോ ഉദ്ദേശിച്ചത്? ഓരോ ദിവസവും സ്ട്രോങ് ആവുക എന്നതാണ് ഹെൽത്തി ആവുക എന്നതിന്റെ ഒരു എസൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അത് എല്ലാ ജെൻഡറിനും ബാധകമാണ്. എനിക്ക് തോന്നുന്നത് ഈ പറയുന്നയാൾ ജിമ്മിലൊക്കെ പോയി കസർത്ത് കാണിച്ച് ശരീരം ഫിറ്റാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിന് മെന്റലി സ്ട്രോങ് ആകാൻ പോയിട്ട് സെൻസിബിൾ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കാൻ പോലും പറ്റുന്നില്ല, അതിന് ശ്രമിച്ചിട്ടില്ല എന്നതാണ്. അല്ലെങ്കിൽ ഇമാതിരി കാര്യങ്ങൾ ഇത്രയും കോൺഫിഡൻസോടെ ആരെങ്കിലും പറയുമോ? അപ്പൊ എന്താണ് ഈ ഒരു വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.